ഇപ്പോൾ മോഹൻലാൽ ആരാധകർ ഏറ്റവും ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ഒരു പ്രോജക്റ്റ് എന്ന് ചോദിച്ചാൽ അത് ആദ്യം അവർ പറയുന്നത് അമൽ നീരദ് മോഹൻലാൽ പ്രോജക്റ്റ് എന്ന് തന്നെയായിരിക്കും. അതിന്റെ ഒരു അനൗൺസ്മെന്റിന് വേണ്ടി കാത്തിരിക്കുകയാണ് ഓരോ പ്രേക്ഷകരും. ഈ അടുത്തിടയ്ക്ക് മോഹൻലാലിന്റേതായ പല സർപ്രൈസുകളും വന്നപ്പോഴും ആദ്യം അവർ പ്രെഡിക്റ്റ് ചെയ്തത് ഇതൊരു അമൽ നീരദ് മോഹൻലാൽ പ്രോജക്റ്റ് ആയിരിക്കും എന്നാണ്. പക്ഷേ അതൊന്നുമല്ല അവരുടെ മുന്നിലേക്ക് എത്തിയത്. അതുകൊണ്ട് തന്നെ പ്രേക്ഷകർ വളരെ നിരാശയിലുമായിരുന്നു. അമൽ നീരദ് മോഹൻലാൽ പ്രോജക്റ്റ് അണിയറയിൽ ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണെന്ന് ദിവസേന ഓരോ ട്രാക്കർമാരും നൽകുന്ന റിപ്പോർട്ടുകളാണ്. എന്നാൽ ഇതുവരെയും ഒഫീഷ്യലായി ഒന്നും ഉറപ്പിക്കാനും പറ്റിയില്ല. അതുകൊണ്ട് എല്ലാ പ്രേക്ഷകരും ഇത് തന്നെയാണ് ചോദിച്ചുകൊണ്ടിരിക്കുന്നത്, ഈ പ്രോജക്റ്റ് എപ്പോൾ നടക്കും എന്നത്. അടുത്തിടെയാണ് ഈ പ്രോജക്റ്റ് ഒന്ന് തള്ളിയിരിക്കുന്നു എന്ന റിപ്പോർട്ടുകൾ പുറത്തു വന്നത്. ഒഴിവാക്കിയതല്ല, ഒന്ന് മാറ്റിവെച്ചിരിക്കുകയാണ്. കാരണം ചിത്രത്തിന്റെ പ്രൊഡക്ഷൻ കോസ്റ്റും ഇതൊരു വലിയ പ്രോജക്റ്റും പിന്നെ ചില ഇഷ്യൂകളും. എന്തുകൊണ്ടാണ് ഇത് മാറ്റിയത് എന്നുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. മാറ്റിയ അവസരത്തിൽ അമൽ നീരദ് ഒരു ചെറിയ ബജറ്റിലുള്ള ചിത്രം ചെയ്യാൻ ഒരുങ്ങുന്നു, അത് നസ്ലനായിരിക്കും നായകൻ എന്നാണ് ഏറ്റവും അവസാനം വന്ന റിപ്പോർട്ടുകളും. പക്ഷേ മോഹൻലാൽ അമൽ നീരദ് പ്രോജക്റ്റ് എത്രയോ മുൻപ് നടക്കേണ്ടതായിരുന്നു എന്നതുകൂടി അവർ എടുത്തു പറയുന്നു. അതിനിടയ്ക്കാണ് തുടരും, ദൃശ്യം 3 പോലുള്ള സിനിമകൾ വന്നുപെട്ടത്. കാരണം അതിന് ചില കമ്മിറ്റ്മെന്റുകളുണ്ട്. അത് തീർത്തിട്ടേ മോഹൻലാലിന് അടുത്ത പ്രോജക്റ്റിലേക്ക് കടക്കാൻ കഴിയൂ എന്നതുകൊണ്ടാണ് അമൽ നീരദ് പ്രോജക്റ്റ് ഒന്ന് മാറ്റിവെച്ചിരിക്കുന്നത്. യഥാർത്ഥത്തിൽ അമൽ നീരദ് പ്രോജക്റ്റിന് എന്താണ് സംഭവിച്ചത്? ഇതുമായി ബന്ധപ്പെട്ട വലിയ ചർച്ചകളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ നടക്കുന്നത്. അപ്പോഴാണ് അവരുടെ ഒരു റിപ്പോർട്ടും വന്നത്. ട്രാക്കർമാർ നൽകുന്ന റിപ്പോർട്ടുകൾ അനുസരിച്ച് അവർക്കും പറയാനുണ്ട് ചില കാര്യങ്ങൾ. ചില 3 ഘടകങ്ങൾ കാരണം ഈ ചിത്രത്തിന് ഒരു മാറ്റം വന്നു എന്നതാണ് അവർ പറയുന്നത്. അവർ പോലും വിചാരിച്ചില്ല ഈ പ്രോജക്റ്റ് അടുത്ത വർഷത്തേക്ക് മാറ്റിവെക്കും എന്നത്. അപ്രതീക്ഷിതമായി മാറ്റിവെച്ചതിൽ അവരും നിരാശയിലാണെന്നും ട്രാക്കർമാർ പറയുകയാണ്. എന്നാൽ ഇതിന് പിന്നിലെ കാരണങ്ങൾ ഇവയൊക്കെയാണ്. തുടക്കം എന്ന സിനിമയുടെ ആരംഭവും തുടർന്ന് ദൃശ്യം 3 എന്ന സിനിമ ഒക്ടോബറിൽ തുടങ്ങാൻ പോകുന്നു എന്ന കാരണങ്ങൾ കൊണ്ട് അമൽ നീരദ് മോഹൻലാൽ പ്രോജക്റ്റ് ഒന്ന് മാറ്റിവെച്ചിരിക്കുകയാണ്. കാരണം ഈ ചിത്രങ്ങളെക്കാളും വലിയ ബജറ്റും വലിയ ക്യാൻവാസിലും വരാൻ പോകുന്ന ചിത്രമാണ് അമൽ നീരദ് മോഹൻലാൽ പ്രോജക്റ്റ്. ഈ പറഞ്ഞ ചിത്രങ്ങളൊക്കെ ചെയ്യാൻ പോകുന്നത് ആശീർവാദ് സിനിമാസിന്റെ ബാനറിലാണ്. തുടക്കവും ദൃശ്യം 3യും ഇപ്പോൾ അമൽ നീരദ് മോഹൻലാൽ പ്രോജക്റ്റും ആശീർവാദിന്റെ പ്രൊഡക്ഷനിലാണ് വരാൻ പോകുന്നത്. ഇതൊരു വലിയ പ്രോജക്റ്റ് തന്നെയാണ്. അതിന്റെ മുന്നൊരുക്കങ്ങൾ ഈ ചിത്രത്തിന് ആവശ്യവുമാണ്. അപ്പോൾ ഇത് തുടങ്ങിയാൽ മറ്റ് പല കമ്മിറ്റ്മെന്റുകളും മോഹൻലാലിന് മാറ്റിവെക്കേണ്ടി വരും. ദൃശ്യം 3 ബോളിവുഡിലും മോളിവുഡിലും ഒരുമിച്ചൊക്കെ ചെയ്യാൻ പോകുന്ന രീതിയിലൊക്കെ വരികയാണ്. അപ്പോൾ അത് വലിയ പ്രശ്നമാകും. അതുകൊണ്ടാണ് അമൽ നീരദ് മോഹൻലാൽ പ്രോജക്റ്റ് മാറ്റിവെക്കപ്പെട്ടത്. ആദ്യം വിചാരിച്ചതിനേക്കാളും വലുതായിട്ടുണ്ട് ചിത്രം എന്നാണ് ട്രാക്കർമാർ നൽകുന്നത്. അതുകൊണ്ട് തന്നെ കൂടുതൽ തയ്യാറെടുപ്പുകളും നിക്ഷേപങ്ങളും ഈ ചിത്രത്തിന് ആവശ്യമായി വരുന്നു. അതിനാൽ തന്നെ ഈ ടീം താൽക്കാലികമായി ഹോൾഡ് ചെയ്യാനാണ് അവർ തീരുമാനിച്ചത്. അതിനിടയിലേക്കാണ് അമൽ നീരദ് നസ്ലൻ പ്രോജക്റ്റ് തീരുമാനിക്കുന്നത്. അപ്പോഴേക്കും തുടക്കവും ദൃശ്യം 3യും തുടങ്ങിയ മോഹൻലാൽ സിനിമകളുടെ മുന്നോട്ട് പോക്ക് ദ്രുതഗതിയിലുമായി. കൂടാതെ ഈ പ്രോജക്റ്റിന്റെ അവസാന നീക്കങ്ങളിലേക്ക് എത്തിയപ്പോൾ പ്രത്യേകിച്ച് ഈ പ്രോജക്റ്റിന്റെ ഒരു പ്രധാന ഭാഗമായ യുവനടന്റെ ഡേറ്റിൽ ചില ഇഷ്യൂകളും വന്നു. അദ്ദേഹത്തിന് അടുത്ത വർഷത്തേക്ക് മാത്രമേ ഡേറ്റ് ഉള്ളൂ എന്ന് വന്നപ്പോൾ ചിത്രത്തിന് മറ്റു ചില പ്രോബ്ലങ്ങളും കൂടെ ആയി. ഇതൊക്കെ കാരണങ്ങൾ കൊണ്ടാണ് ഈ ചിത്രം മാറ്റിവെക്കാൻ ഇടയായത്. ഈ പ്രോജക്റ്റിനായി ഏകദേശം 50 ദിവസം അനുവദിച്ചിട്ടുണ്ട് ഈ യുവനടൻ. പക്ഷേ അദ്ദേഹത്തിന് ഈ വർഷം ഡേറ്റ് ഇല്ല എന്നതുകൊണ്ടും ഡേറ്റ് അടുത്ത വർഷത്തേക്ക് ആയതുകൊണ്ടും കൂടാതെ ഈ ചിത്രത്തിൽ ഒരു സുപ്രധാന കഥാപാത്രമാണ് ആ യുവനടൻ അവതരിപ്പിക്കുന്നത് എന്നുകൊണ്ടും ചിത്രത്തിന്റെ മാറ്റിവെക്കൽ ഇതുമൊക്കെ ഒരു കാരണമായി. കൂടാതെ മോഹൻലാലിന്റെ കമ്മിറ്റ്മെന്റുകളും. യുവനടന്മാരുടെ പേരിൽ ഫഹദ് ഫാസിലിന്റെയും ആസിഫ് അലിയുടെയും ഒക്കെ പേരുകൾ അടുത്തിടെ നമ്മൾ കേട്ടിരുന്നു. ഫഹദ് ഫാസിലായിരുന്നു ഈ ചിത്രത്തിൽ ആദ്യമായി എത്താൻ പോകുന്നത് എന്നാണ് വാർത്തകളിൽ വന്ന കാര്യം. മോഹൻലാലിനൊപ്പം ഫഹദ് ഫാസിലും ചിത്രത്തിന്റെ ഭാഗമാകുമെന്ന് റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. എന്നാൽ ഫഹദ് ഈ പ്രോജക്റ്റിൽ നിന്നും പിന്മാറിയെന്നുമാണ് പിന്നീട് വന്ന വാർത്തകൾ. പകരം മലയാളത്തിന്റെ മുൻനിര യുവതാരം ഈ പ്രോജക്റ്റിന്റെ ഭാഗമായേക്കും എന്നും റിപ്പോർട്ടുകൾ വന്നു. അത് ആസിഫ് അലി ആയിരിക്കുമെന്നാണ് പിന്നീട് ചില സൂചനകൾ വന്നത്. സൗബിൻ ഷാഹിറും ഈ ചിത്രത്തിൽ പ്രധാന വേഷം കൈകാര്യം ചെയ്യുന്നുണ്ടെന്ന് അഭ്യൂഹങ്ങളുണ്ട്. നിലവിൽ മലയാളത്തിലെ സെൻസേഷണൽ സംഗീത സംവിധായകനായ സുശീൽ ശ്യാം ചിത്രത്തിന്റെ സംഗീതം കൈകാര്യം ചെയ്യുമെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. സുശീലിന്റെ സംഗീതത്തിൽ മോഹൻലാൽ അവതരിക്കുന്നത് എങ്ങനെയാകുമെന്ന് കാണാൻ കാത്തിരിക്കുകയാണ് ആരാധകരും. ലിറ്റിൽ സ്വയംബ് ചിത്രത്തിന്റെ ഛായാഗ്രഹണം നിർവഹിച്ചേക്കുമെന്നാണ് ഈ റിപ്പോർട്ടുകളിലും പറയുന്നത്. ഈ വർഷം ആരംഭിക്കാനിരുന്ന ചിത്രമായിരുന്നു അമൽ നീരദ് മോഹൻലാലിന്റെയും ചിത്രം. പ്രഖ്യാപനം വരെ നടത്താനിരുന്നതായിരുന്നു ഈ ടീം. പക്ഷേ മാറ്റിവെക്കാൻ കാരണമായത് ഇതെന്നാണ് ഇപ്പോൾ ട്രാക്കർമാർ നൽകുന്ന സൂചനകൾ. എന്തായാലും നമ്മൾ വെയിറ്റ് ചെയ്യേണ്ടി വരും. ഒരു ഗംഭീര പ്രോജക്റ്റ് മോഹൻലാലിന്റെ അനൗൺസ്മെന്റ് വരാനായി. അമൽ നീരദ് മോഹൻലാൽ പ്രോജക്റ്റ്.